നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മസാല ബോണ്ടിൽ നിന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക് ഊരി. താൻ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ആരോപണത്തിന്റെ മുൾമുന മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ് തോമസ് ഐസക്. തനിക്ക് സീറ്റ് പോലും നിഷേധിച്ചതിന്റെ വൈരാഗ്യമാണ് ഐസക് മുഖ്യമന്ത്രിയോട് തീർക്കാൻ പോകുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റു പറയാൻ സാധിക്കില്ല. ലാവ്ലിൻ കമ്പനിയുമായി ബന്ധമുള്ള കാനഡയിലെ ക്യൂബെക് പ്രവിശ്യയിലുള്ള CDPQ എന്ന കമ്പനിയെ സഹായിക്കാനാണ് പലിശയ്ക്ക് മസാല ബോണ്ട് പുറത്തിറക്കി 2150 കോടി രൂപ സമാഹരിച്ചത് എന്ന പഴയ പ്രതിപക്ഷ ആരോപണത്തിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ് ഐസക്. 9.72% പലിശയ്ക്കാണ് മസാല ബോണ്ട് വഴി ധനസമാഹരണം നടത്തിയത്. 1045 കോടി രൂപ പലിശ ഉൾപ്പെടെ 3295 കോടി രൂപ സർക്കാർ തിരിച്ചടച്ചത് കനേഡിയൻ കമ്പനിയെ സഹായിക്കാനാണെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പിണറായിക്ക് പ്രിയപ്പെട്ട ലാവ്ലിൻ കമ്പനി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ചെന്നിത്തലയാണ് കനേഡിയൻ ആരോപണം ആദ്യം ഉന്നയിച്ചത്. മസാല ബോണ്ടിൽ നിക്ഷേപം നടത്തിയ കനേഡിയൻ കമ്പനിയായ CDPQവിന് SNC ലാവ്ലിനുമായിട്ട് ബന്ധമുണ്ടെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിന് ഫേസ്ബുക്കിലാണ് മറുപടിയുമായി തോമസ് ഐസക് എത്തിയത്. യുവമോർച്ചയുടെ സംസ്ഥാന നേതാവിനും ചെന്നിത്തലയ്ക്കും ഒരേ സോഴ്സിൽ നിന്നാണ് വിവരം ലഭിച്ചതെന്ന കാര്യം ഐസക്കിനെ അത്ഭുതപ്പെടുത്തുന്നു. എന്തായാലും ഇതിന്റെ ഒരു രഹസ്യബന്ധം ജനങ്ങൾ അറിയുമത്രേ. കിഫ്ബിയിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പണമില്ലാത്ത ദിവാസ്വപ്നങ്ങളാണ് എന്നായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത ദിവസം വരെയുള്ള ആരോപണം. വെറും ഉഡായിപ്പാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇദ്ദേഹം ഉഡായിപ്പ് എന്ന കിഫ്ബിയെ വിശേഷിപ്പിച്ച ദിവസമാണ് അന്തർദേശീയ ബോണ്ട് മാർക്കറ്റിൽ കിഫ്ബിയുടെ ആദ്യ ബോണ്ട് വിൽപ്പന കരാറാകുന്നത്. 2150 കോടി രൂപ മസാല ബോണ്ട് വഴി കിഫ്ബിയുടെ അക്കൗണ്ടിൽ എത്തിയതോടുകൂടി പണമില്ലാത്ത പദ്ധതികൾ എന്ന തന്റെ വാദം ചെന്നിത്തലയ്ക്ക് വിഴുങ്ങേണ്ടി വന്നു. അപ്പോഴാണ് പുതിയ വിചിത്രമായ വാദം. കിഫ്ബി മസാല ബോണ്ടിന്റെ ലാവ്ലിൻ കമ്പനിയുടെ പേര് പറഞ്ഞ് ഒരു പുകമറ സൃഷ്ടിച്ച് ദുരൂഹതയിൽ നിർത്താനാണ് അദ്ദേഹത്തിന്റെ പുതിയ ശ്രമം. മസാല ബോണ്ടിൽ നിക്ഷേപം നടത്തിയ കനേഡിയൻ കമ്പനിയായ CDPQവിന് SNC ലാവ്ലിനുമായിട്ട് എന്തോ ഉണ്ടത്രേ. SNC ലാവ്ലിൻ ഇല്ലാതെ കേരളത്തിൽ കോൺഗ്രസിന് ഒരു തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ ത്രാണിയില്ല. ഈ ഉഡായിപ്പ് 2016 അസംബ്ലി തെരഞ്ഞെടുപ്പ് ജനം പുല്ലുപോലെ പുച്ഛിച്ച് ചവറ്റുകുട്ടയിൽ ഇട്ടതാണ്. ഒന്നുകൂടി ശ്രമിച്ചു കളയാമെന്നാണ് ചെന്നിത്തലയുടെ മോഹമെന്ന് ഐസക് പറയുന്നു. CDPQ 1965 രൂപീകൃതമായ പെൻഷൻ ഫണ്ട് മാനേജ്മെന്റ് കമ്പനിയാണ്. കനേഡിയൻ പ്രവിശ്യയായ ക്യൂബെക് നാഷണൽ അസംബ്ലി നിയമം പാസാക്കി സ്ഥാപിച്ച ഒരു പൊതുസ്ഥാപനം. ലോകത്ത് 75 രാജ്യങ്ങളിലായി 220 ബില്യൺ അമേരിക്കൻ ഡോളർ നിക്ഷേപമുള്ള കമ്പനിയാണ് ഇത്. ഏതാണ്ട് 15.4 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം. ഇന്ത്യയിൽ ഈ കമ്പനിക്ക് 31,500 കോടി രൂപയ്ക്ക് തുല്യമായ 4.5 മില്യൺ US ഡോളർ നിക്ഷേപമുണ്ട്. ഇന്ത്യ സർക്കാരിന്റെ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ഈ കമ്പനിയുമായി വിവിധ പ്രോജക്ടുകളിൽ സഹകരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ കിഫ്ബിയാണ് ഈ NIIFB. ഇന്ത്യ സർക്കാരിന്റെ സെക്യൂരിറ്റികളിൽ CWQവിന് 130 മില്യൺ നിക്ഷേപമുണ്ട്. എന്താണ് SNC ലാവ്ലിനുമായി CDPQവിന് ഉള്ള ബന്ധം? അവർ 75 രാജ്യങ്ങൾ നടത്തിയിട്ടുള്ള 15.50 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിൽ എത്രയോ ഒരംശം SNC ലാവ്ലിന്റെ പദ്ധതികളിൽ മുടക്കിയിട്ടുണ്ടത്രേ. നമ്മുടെ മസാല ബോണ്ടിൽ നിക്ഷേപം നടത്തിയത് CDPQ എന്ന കനേഡിയൻ പൊതുമേഖലാ സ്ഥാപനമാണ്. ലാവ്ലിനൊന്നും അതിലൊരു പങ്കും അല്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല. കിഫ്ബി സംബന്ധിച്ച പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകൾക്ക് കൗതുകകരമായ ഒരു തുടർച്ചയുണ്ട് എന്ന് ഐസക് പറഞ്ഞു. കിഫ്ബി പദ്ധതികൾ നിയമസഭയിൽ പ്രഖ്യാപിക്കുന്ന വേളയിൽ സ്വപ്നാടനം എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. പദ്ധതികൾ പതിയെ പ്രവൃത്തിയിൽ എത്തുമെന്നാണ്. ഇത് ആകാശ കുസുമവുമാണ്. സമീപിക്കും തോറും അകന്നു പോകുമെന്നാണ് പറഞ്ഞത്. പദ്ധതികൾ കരാറിലെത്തി നിർമ്മാണത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ പണമില്ലാതെ പദ്ധതികളോ എന്ന് ചോദിച്ച ആളുകളെ അകറ്റാൻ ബോധപൂർവമായ ഒരു പരിശ്രമം. ഒടുവിൽ മസാല ബോണ്ടുകൾ അന്തർദേശീയ മാർക്കറ്റിൽ എത്തിയ ദിവസം തന്നെ കിഫ്ബി ഉഡായിപ്പാണെന്ന അസാമാന്യമായ മറ്റൊരു പ്രഖ്യാപനം. പണം കരസ്ഥമായി പടർത്തിവിടാൻ ശ്രമിച്ച ആശങ്കകളെല്ലാം തെറ്റെന്ന് വന്നപ്പോൾ ബാലിശമായ ഇത്തരം ആക്ഷേപങ്ങളുമായി രംഗത്തിറങ്ങുന്നു. കിഫ്ബിയെയും അത് കേരളത്തിൽ നൽകുന്ന പശ്ചാത്തല സൗകര്യത്തെയും അതിന്റെ സൃഷ്ടിയെയും തകർക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ ലക്ഷ്യം. അത് വില പോകുകയില്ല. ഇതാണ് ഐസക്കിന്റെ മറ്റൊരു വാദം. അതായത് മസാല ബോണ്ടിനെ SNC ലാവ്ലിനുമായി കൂട്ടിച്ചേർക്കുകയാണ് ഐസക്.
SNC രാഹുലിൻ എന്ന് കേട്ടാൽ മലയാളികൾ ഓർക്കുന്നത് പിണറായി വിജയനെ മാത്രവുമാണ്. 2019 മേയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി ലിസ്റ്റിംഗ് സാക്ഷ്യം വഹിച്ച മസാല ബോണ്ടുകൾ 6 വർഷത്തിനിപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനും CPM-നും തലവേദനയാവുകയാണ്. മസാല ബോണ്ടുകൾ വഴി സമാഹരിച്ച കോടികളിൽ നിന്ന് 466.91 കോടി രൂപ നിബന്ധനകൾ തെറ്റിച്ച് ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിന്റെ അതായത് ഫെമ ലംഘനമാണെന്ന് കാട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിഫ്ബി ചെയർമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതിനപ്പുറം ലാവ്ലിൻ കമ്പനിയുമായി ബന്ധമുള്ള കാനഡയിലെ ക്യൂബക് പ്രവിശ്യയിലുള്ള CDPQ എന്ന കമ്പനിയെ സഹായിക്കാനാണ് കൂടിയ പലിശയ്ക്ക് മസാല ബോണ്ട് പുറത്തിറക്കി 2150 കോടി രൂപ സമാഹരിച്ചത് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. 9.72% പലിശയ്ക്കാണ് മസാല ബോണ്ട് വഴി ധനസമാഹരണം നടത്തിയത്. 1045 കോടി രൂപ പലിശ ഉൾപ്പെടെ 3295 കോടി രൂപ സർക്കാർ തിരിച്ചടച്ചത് കനേഡിയൻ കമ്പനിയെ സഹായിക്കാനാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. മസാല ബോണ്ടിനൊപ്പം പഴയ ലാവ്ലിൻ കേസ് കൂടി ചേർത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് EDയുടെ നോട്ടീസ് മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രിക്കും അടക്കം ലഭിക്കുമ്പോൾ ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നു. മസാല ബോണ്ട് ഇനി ഏതു വഴി പോകും? ചട്ടം ലംഘിച്ചുവെന്ന് EDയും ഇല്ലെന്ന് കിഫ്ബിയും പറയുന്നു. കിഫ്ബിയിൽ എന്താണ് സംഭവിച്ചത്? ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുമാണ് കിഫ്ബി 2672.80 കോടി രൂപയുടെ മസാല ബോണ്ടുകൾ ഇറക്കിയത്. സമാഹരിച്ച 466.91 കോടി രൂപ ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചത് വിദേശ ധനവിനിമയ ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് ചൂണ്ടിക്കാട്ടി 2025 നവംബർ 11-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ 2019-ലെ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ED കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതേസമയം സമാഹരിച്ച തുക ഉപയോഗിച്ച് ഭൂമി വാങ്ങിയിട്ടില്ലെന്നും പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നും ഇത് നിയമവിരുദ്ധമല്ലെന്നുമാണ് തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവരുടെ വാദം. കഴിഞ്ഞ 3-4 വർഷമായി മസാല ബോണ്ടിന് പിന്നാലെ തന്നെയാണ് ED ധനമന്ത്രി എന്ന നിലയിൽ കിഫ്ബിയുടെ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന തോമസ് ഐസക്കിന് ഫണ്ട് വിനിയോഗത്തിൽ നിർണായക പങ്ക് ഉണ്ടെന്നായിരുന്നു EDയുടെ ആരോപണം. മസാല ബോണ്ടുകൾ വഴി കിഫ്ബി കടമെടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് 2020-ലെ റിപ്പോർട്ടിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ആരോപിച്ചതോടുകൂടിയാണ് വിവാദത്തിന് തുടക്കമായത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293(1) പ്രകാരം ഒരു സംസ്ഥാന സർക്കാരിന് രാജ്യത്തിനുള്ളിൽ നിന്ന് മാത്രമേ കടമെടുക്കാൻ കഴിയൂ. എന്നാൽ കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന കിഫ്ബി ഈ നിയമങ്ങൾ മറികടന്നുവെന്ന CAGയുടെ കണ്ടെത്തൽ ഉണ്ട്. തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും പലതവണ നോട്ടീസ് അയക്കുകയും കിഫ്ബി ഉദ്യോഗസ്ഥർ 4 തവണയോളം മൊഴി നൽകുകയും ചെയ്തിരുന്നു. ധനമന്ത്രി എന്ന നിലയിൽ കിഫ്ബിയുടെ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന തോമസ് ഐസക്കിന് ഫണ്ട് വിനിയോഗത്തിൽ നിർണായക പങ്ക് ഉണ്ടെന്നായിരുന്നു EDയുടെ ആരോപണം. കൂടിയ പലിശയ്ക്ക് വായ്പ എടുക്കുന്നതിന് 2018-ൽ നടന്ന യോഗത്തിൽ ചീഫ് സെക്രട്ടറിയും ധനസെക്രട്ടറിയും കിഫ്ബി യോഗത്തിൽ എതിർത്തിരുന്നതായാണ് മന്ത്രി തോമസ് ഐസക്കിനെതിരായ പ്രധാന ആയുധമായി ED മുന്നോട്ട് വെച്ചത്. മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ച കിഫ്ബി യോഗത്തിന്റെ മിനിറ്റ്സ് സർക്കാർ നിയമസഭയിൽ വെച്ചിരുന്നു. ഇതിലാണ് അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെയും ധനസെക്രട്ടറിയായിരുന്ന മനോജ് ജോജിയുടെയും എതിർപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തിനകത്തും കുറഞ്ഞ പലിശയ്ക്ക് ബോണ്ട് ഇറക്കി പണം സമാഹരിക്കാൻ കഴിയുമെന്നിരിക്കെ എന്തിനു കൂടിയ പലിശയ്ക്ക് ബോണ്ടിന് ശ്രമിക്കണം എന്ന് ധനസെക്രട്ടറി മനോജ് ജോഷി ചോദിച്ചിരുന്നു. പൊതുവെ വിദേശ വിപണിയിൽ പലിശ നിരക്ക് കുറഞ്ഞു നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് മസാല ബോണ്ടിന്റെ പലിശ ഇത്രമാത്രം ഉയർന്നിരിക്കുന്നത് എന്ന് ചീഫ് സെക്രട്ടറിയും ചോദിച്ചിരുന്നു. എന്നാൽ ബോർഡ് അംഗങ്ങളായ പ്രൊഫസർ സുശീൽ ഖന്ന, JN ഗുപ്ത, സലീം ഗംഗാധരൻ, RK നായർ എന്നിവർ മസാല ബോണ്ടിനെ അനുകൂലിക്കുകയും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഫെമ ലംഘനം ആരോപിക്കുന്ന കേസിൽ മുൻ മന്ത്രി TM തോമസ് ഐസക്കിന്റെ ഉത്തരവാദിത്വം വ്യക്തമാക്കുന്ന തെളിവെന്ന നിലയിൽ ED കണ്ടെത്തിയത് ഈ വിവരങ്ങളുള്ള മിനിറ്റ്സ് ആണെന്നാണ് വിവരം. തുടർന്ന് വിഷയം ഹൈക്കോടതിയുടെ മുന്നിലെത്തി. ED നിയമവിരുദ്ധമായി തുടരെ സമൻസുകൾ അയക്കുകയാണ് എന്ന് കിഫ്ബി കോടതിയിൽ ആരോപിച്ചു. മസാല ബോണ്ട് വഴി വിദേശത്തു നിന്ന് ഫണ്ട് ലഭിച്ചതിൽ നിയമലംഘനം ഉണ്ടെന്ന് RBI കണ്ടെത്തിയാൽ മാത്രമേ EDക്ക് അന്വേഷണം നടത്താനാവൂ എന്നും കിഫ്ബി വാദിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ ED നടത്തിയ നീക്കം ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് പൊളിഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കുന്നുകൂടെ എന്ന് ഹൈക്കോടതി ചോദിച്ചു. ആവശ്യമായ രേഖകൾ നൽകിയിട്ടുണ്ടെന്നും EDക്ക് മുന്നിൽ ഹാജരാക്കില്ലെന്നുമായിരുന്നു ഐസക്കിന്റെ നിലപാട്.
ഇഡിയുടെ വാദങ്ങൾക്കെതിരെ കിഫ്ബിയും രംഗത്തെത്തിയിരുന്നു. ഗവേണിംഗ് ബോർഡിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമാണ് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് അപ്പുറം വൈസ് ചെയർമാന് ഒരു പങ്കുമില്ലെന്നും കിഫ്ബി കോടതിയെ അറിയിച്ചു. വിദേശത്ത് മസാല ബോണ്ട് പുറപ്പെടുവിച്ചതിന് പിന്നാലെ സമാഹരിച്ച 2150 കോടി രൂപ 339 അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിച്ചതെന്നും ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യത്തിൽ റിസർവ് ബാങ്ക് തെറ്റൊന്നും ചൂണ്ടിക്കാട്ടിയിട്ടില്ല എന്നും കിഫ്ബി വ്യക്തമാക്കി. ഉത്സവകാലത്ത് ചെറിയ ചെറിയ കടകൾ എത്തി മടങ്ങുന്നത് പോലെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇഡി കേരളത്തിലെത്തുന്നത് എന്നാണ് ഒരു ഇടത് നേതാവ് പരിഹാസത്തോടുകൂടി പരിഹസിച്ചത്. കരുവന്നൂർ ബാങ്ക് കേസിലെ ഇഡി ഇടപെടലും തൃശൂരിലെ ബിജെപിയുടെ വിജയവും തമ്മിൽ പ്രതിപക്ഷ കൂട്ടുകെട്ടാണ് എന്ന ആവർത്തിച്ച് ആ ഒരു ആക്ഷേപം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇഡി വന്നിട്ടും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ. അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമായ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ഇവർ 2019 2150 കോടിയുടെ മസാല ബോണ്ട് പുറത്തിറക്കിയത്. ഇന്ത്യയിൽ സംസ്ഥാന ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനം ഇത്തരമൊരു ബോണ്ട് പുറത്തിറക്കിയത് ഇതാദ്യമായിരുന്നു. അതിനാൽ തന്നെ ഏറെ ശ്രദ്ധ പിടിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന ധനകാര്യം കൈകാര്യം ചെയ്തിരുന്ന കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ മസാല ബോണ്ടുകൾ വഴി കിഫ്ബിയെ കടമെടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് 2020 അതിന്റെ റിപ്പോർട്ടിൽ ആരോപിച്ചതോടുകൂടിയാണ് ചരിത്ര സംഭവത്തിന് ഒരു വിവാദ മുഖം കൈവന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 2903(1) പ്രകാരം ഒരു സംസ്ഥാന സർക്കാരിന് രാജ്യത്തിനുടനീളം നിന്നും മാത്രമേ കടമെടുക്കാൻ കഴിയൂ. എന്നാൽ കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന കിഫ്ബി ഈ നിയമങ്ങൾ മറികടന്നുവെന്ന് കണ്ടെത്തി.